ഈ സെക്ഷുവൽ ജോക്ക് പറയുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്ന ആളും ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം മറുവശത്തെ. അവരും അതിന് അത്തരത്തിൽ മറുപടി പറയുമ്പോൾ അതിലൊരു കുഴപ്പവുമില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ അത്രേ ഉള്ളൂ. ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാമോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്തരീ കാണിക്കണേ? വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ? തീർത്തു തരാം. ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. എങ്ങനെയാ സാധിക്കുന്നത്? അതെല്ലാം ആണ്. ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. അങ്ങ് AKG സെന്ററിലെ വിദൂഷകർ വരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഫെമിനിസ്റ്റുകളൊക്കെ കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം മറ്റൊരു മാങ്കൂട്ടത്തെ കിട്ടിയതിന്റെ ആവേശത്തിലാണ്. എന്നാൽ ഈ സംഭാഷണം കേൾക്കുമ്പോൾ ഒരു അരുതായികയുണ്ട്. പിഷാരടി പറയുന്ന ആ തമാശ ആ രീതിയിൽ എടുക്കാൻ ശ്വേതയ്ക്ക് കഴിയുന്നില്ല. അനുഭവം കൊണ്ട് പറയണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. ഈ സെക്ഷുവൽ ജോക്ക് പറയുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്ന ആളും ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം മറുവശത്തെ. അവരും അതിന് അത്തരത്തിൽ മറുപടി പറയുമ്പോൾ അതിലൊരു കുഴപ്പവുമില്ല. എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്നാൽ ഇത് കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുകയും മനസ്സിലായപ്പോൾ അതിലൊരു താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്തതിന്റെ അർത്ഥം ഇവിടെ പിഷാരടി കുറ്റക്കാരനാണ് എന്നാണ്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. അത്തരത്തിലുള്ള തമാശ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു വ്യക്തിയോട് സംസാരിച്ചത് തെറ്റാണ്. അത് പിഷാരടിയുടെ ഒരു ഭാഗത്തെ വീഴ്ച തന്നെയാണ്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യമുള്ളവരോട് സംസാരിച്ചാൽ പോലും അത് പുറത്തു വന്നാൽ അപകടമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പിഷാരടിക്കുണ്ടാവേണ്ടതുണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ സെക്ഷൽ ജോക്കുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു ആത്മവിശ്വാസമാണ്. അത്രമാത്രം ഊഷ്മളമായ ബന്ധം അവർ തമ്മിൽ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും ആ ശബ്ദരേഖ പുറത്തു വരില്ല. സമാധാനമായല്ലോ, അനുഭവിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.